ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോഴേ നമ്മുടെ കാറ്റത്തെ കിളിക്കൂട് സീരിയലിൻ്റെ ഇന്നത്തെ വിശേഷം എനിക്ക് പ്രൊമോ ഇപ്പോഴാണ് കിട്ടിയത് കേട്ടോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാ ദിവസവും വൈകിട്ട് 5 മണിക്ക് നമ്മുടെ സുമി മോഫാസ് മനസ്സിൽ എന്ന ചാനലിൽ കാറ്റത്തെ കിളിക്കൂടിൻ്റെ പ്രൊമോ അന്നന്ന് ഇടുന്നുണ്ട്. എല്ലാവരും കാണുക, കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ നിങ്ങളെല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ നിധിയും നമ്മുടെ സുധീഷും എൻ്റെ വിവാഹ റിസപ്ഷനാണ് ഇന്നിപ്പോൾ. നമ്മുടെ സുഭാഷും ഹരീഷും നിതീഷൊക്കെ ചേർന്ന് അറേഞ്ച് ചെയ്തേക്കണം. നമ്മുടെ അവരുടെ അച്ഛനെ ഭാസ്കറിൻ്റെ ഒരു ഐഡിയ ആണിത്. ഇങ്ങനെ നാട്ടുകാരെ വാടപ്പിക്കണമെങ്കിൽ അവരുടെ മുന്നിൽ തന്നെ വെച്ച് സുധീഷിനെയും ആ കുട്ടിയെയും കൊണ്ട് വിവാഹം കഴിപ്പിക്കണം എന്നുള്ളത് ആദ്യമായിട്ടാണ് ഭാസ്കറിൻ്റെ വായിൽ നിന്ന് നല്ലൊരു കാര്യം മക്കളാണെങ്കിലും അവർ കേൾക്കുന്നത്. നിധിയും സുധീഷും നിധിയുടെ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് പോയ സമയത്താണ് അവർ ഈ പാർട്ടി റിസപ്ഷനും കാര്യങ്ങളൊക്കെ അവർ പോലും അറിയില്ല, സുധീഷ് പോലും അറിഞ്ഞിട്ടില്ല അറേഞ്ച് ചെയ്തത്. അങ്ങനെ അവർ തിരിച്ചെത്തുന്നു. റിസപ്ഷൻ്റെ എല്ലാ ഒരുക്കങ്ങളുമായി ഫുഡും കാര്യങ്ങളും സ്റ്റേജ് പിന്നെ ആൾക്കാരൊക്കെ ഏകദേശം വന്നു തുടങ്ങി. അങ്ങനെ പരിപാടികളൊക്കെ ഏകദേശം നിൽക്കുകയാണ്. അപ്പം നിധി എന്ത് ചെയ്താൽ ഇനി ഒരു പ്രാവശ്യം പോലീസ് സ്റ്റേഷനിൽ വെച്ച് പറഞ്ഞിടത്തെല്ലാം ഒപ്പിട്ട് ഇത് ഇന്നിപ്പോൾ സർട്ടിഫിക്കറ്റുമായിട്ടാണ് വന്നേക്കുന്നത്. ഇനി ഒരിക്കലും നിധി ആ ഒരു ഇതിന് തീർത്തും സമ്മതിക്കില്ല എന്ന് തന്നെ സുധീഷിനോട് പറയണം. സുധീഷിന് എന്ത് ചെയ്യണമെന്നറിയില്ല. കാര്യം തൻ്റെ ചേട്ടനും അനിയന്മാരും അച്ഛനും നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുന്ന ഒരവസ്ഥയാണ്. കാര്യം സുധീഷിനോട് ചോദിച്ചില്ല, സുധീഷിട്ട് സത്യവും പറഞ്ഞില്ല. യഥാർത്ഥത്തിൽ നിധിയും സുധീഷും സ്നേഹിച്ച് അങ്ങനെ വിവാഹം കഴിച്ചവരല്ല എന്നും ഒരു പ്രത്യേക സാഹചര്യത്തിൽ കല്യാണം കഴിച്ചതാണെന്നൊക്കെ പറയണമെന്നുണ്ടായത്. പക്ഷെ അതിനുള്ളൊരു സമയവും അവസരവും ഒന്നും നമ്മുടെ സുധീഷിന് കിട്ടിയില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും സുധീഷിൻ്റെ മനസ്സ് നിറയെ നിധി മാത്രമേ ഉള്ളൂ. ഒരുപാട് നിധിനെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ അത് നിധിക്കറിയില്ല. അപ്പോൾ കാര്യങ്ങളൊക്കെ ഈ ഒരു രീതിയിലാണ്. സുധീഷിന് എന്ത് ചെയ്യണം എന്നുള്ളത് പോലും അറിയില്ല. കാര്യം നിധി എന്ത് ചെയ്ത് സമ്മതിക്കുന്നില്ല. സുധീഷ് നിധിയുടെ അടുത്ത് റൂമിൽ ചെന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ കൂടെ 1 മണിക്കൂറത്തേക്ക് വേണ്ടിയിട്ട് തനിക്കൊന്ന് അഭിനയിച്ചൂടെ. കാര്യം എൻ്റെ ഏട്ടൻ അനിയന്മാരും അച്ഛനും ഒക്കെ ഇല്ലെങ്കിൽ ആൾക്കാരുടെ മുന്നിലൊക്കെ നാണം കെടും നിധി, പ്ലീസ് തനിക്ക് വേണ്ടി ഞാൻ ഇത്രയൊക്കെ ചെയ്തു തന്നില്ലേ. ഇല്ല 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 നിധി തീർത്ത് പറയുന്നുണ്ട്. കാരണം സുധീഷ് എന്താണ് എന്നെക്കുറിച്ച് ചിന്തിക്കാത്തത്. നിങ്ങളിപ്പോൾ അഥവാ 1 മണിക്കൂർ ഞാൻ നിങ്ങളെ കൂടെ ഈ അഭിനയിച്ച് നിന്നു, നാളെ നേരം വിളിക്കുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് പോവാണ്. അപ്പോൾ അവരോടൊക്കെ എന്തു പറയും? ഞാൻ ഈ താലി അഴിച്ചു വെച്ചിട്ട് ഈ വീട്ടിൽ നിന്ന് പോവാണ് സുധീഷേ. അപ്പം അന്നേരം എന്നാലും ഈ ഒരു സാഹചര്യം ഒന്ന് കടന്നു കിട്ടുമല്ലോ നിധി, പ്ലീസ് എന്ന് പറഞ്ഞിട്ടും നിധി എന്ത് ചെയ്ത സുധീഷ് പറ്റുന്നിടത്തോളം മാക്സിമം പറയുന്നുണ്ട്. അങ്ങനെ സുധീഷിന് എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് വന്ന് വെളിയിലിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സുഭാഷ് പറയുന്നത്, ഇതെന്താണ് നീ ഇങ്ങനെ ഇരിക്കുന്ന, റിസപ്ഷൻ്റെ ടൈമിൻ്റെ ഇനി കുറച്ച് സമയമല്ലേ ഉള്ളൂ, നീ വേഗം കുളിച്ച് റെഡിയാവുക. അപ്പോൾ അതിനിടെ നമ്മുടെ നിതീഷ് വരുന്നുണ്ട്. നിതീഷ് വന്നിട്ട് പറയുന്നുണ്ട്, അയ്യേ ഈ വിയർത്ത് കുളിച്ച് നിൽക്കുകയാണ് സുധീഷ് ചേട്ടൻ, എന്താ ഇങ്ങനെ, വേഗം പോയി റെഡിയാവുമെന്ന് പറഞ്ഞിട്ട് നിതീഷും സുധീഷിൻ്റെ അടുത്ത് പറയുന്നത്, ഞാൻ റെഡിയാവാൻ പോവാട്ടാ, പോവാണെന്ന് പറഞ്ഞ് അങ്ങനെ സുധീഷ് നേരെ പോയി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവരെയൊക്കെ മുഖത്ത് നോക്കാൻ പോലും സത്യം പറഞ്ഞാൽ സുധീഷിന് പറ്റുന്നില്ല. ആ ഒരു സാഹചര്യമാണ്. താൻ കാരണമല്ല ഇപ്പം ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നതും. അവരുടെയൊക്കെ മുന്നിൽ, അതായത് നാട്ടുകാരുടെ മുന്നിലും ബന്ധുക്കളുടെ മുന്നിലൊക്കെ ഏട്ടനും അച്ഛനും അനിയനും ഒക്കെ അനിയന്മാരും ഒക്കെ നാണം കെടും എന്നുള്ളത് വന്നപ്പോൾ ശരിക്കും സുധീഷിന് മനസ്സിൽ ഭയങ്കര പ്രയാസം തോന്നിയിട്ട് സുധീഷിൻ്റെ കണ്ണൊക്കെ അങ്ങ് നിറയാണ്, എന്ത് ചെയ്യണമെന്നറിയാണ്ട്. അങ്ങനെ സുധീഷ് കുളിക്കാനായിട്ട് ബാത്റൂമിൽ കയറിയിട്ടും ആ സമയത്ത് സുധീഷിൻ്റെ കണ്ണ് നിറഞ്ഞ് ഒഴുകുകയാണ് കേട്ടോ. കാരണം വല്ലാത്തൊരു സങ്കടം, നെഞ്ചങ്ങ് വീർപ്പ് മുട്ടുന്ന പോലെയുള്ളൊരു സിറ്റുവേഷൻ. കാരണം ആൾക്കാരൊക്കെ കൂടി എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു സിറ്റുവേഷനാണ്. അങ്ങനെ കുളിച്ചൊക്കെ ഇറങ്ങി വന്നിട്ട് വീണ്ടും നിധിയുടെ അടുത്ത് ചെല്ലുകയാണ്. നിധി എന്ത് ചെയ്ത് അടുക്കുന്നില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്, താൻ തന്നെ ഒന്ന് പറ, എനിക്കൊന്നും എന്ത് ചെയ്യണമെന്നറിയില്ല. ഒരു കാര്യം ചെയ്യുക, സുഭാഷ് ചേട്ടനോട് സുധീഷിന് പറയാൻ പറ്റില്ലെങ്കിൽ ഞാൻ തന്നെ സുഭാഷ് ചേട്ടനോട് കാര്യങ്ങളൊക്കെ പറയാമെന്ന് നിധി പറയുന്നുണ്ട്. സുധീഷിന് മനസ്സിലാവുന്നില്ല, ഞാൻ എന്തിനാ എൻ്റെ അച്ഛനെയും അമ്മയും എല്ലാവരെയും ബന്ധുക്കളെയൊക്കെ ഏട്ടനെയൊക്കെ വെറുപ്പിച്ച് വന്നത്. എനിക്ക് എൻ്റെ ജീവിതത്തിലുള്ള ലക്ഷ്യമുണ്ട്, എനിക്ക് ഇനിയും പഠിക്കണം, പഠിച്ച ഒരു ജോലി നല്ലൊരു പൊസിഷനിൽ എത്തണം എന്നുള്ളത് കൊണ്ടല്ലേ. ഇതെല്ലാം സുധീഷിനും അറിയാവുന്നല്ലേ സുധീഷേ, ഇനിയും ഞാൻ ഇങ്ങനെ കഴുത്ത് നീട്ടി തന്ന് എനിക്ക് പറ്റില്ല സുധീഷേ എന്ന് പറഞ്ഞ് നിധിയും സങ്കടപ്പെടുകയാണ്.
അപ്പോൾ സുധീഷ് വീണ്ടും വെളിയിൽ പോയിരിക്കുകയാണ്. അപ്പോൾ ആ സമയം സുഭാഷ് വന്നിട്ട് ചോദിക്കുന്നത്, നീ എന്താണ് ഡ്രസ്സ് ചെയ്യാത്തത്? അപ്പോൾ സുധീഷ് പറഞ്ഞു, എൻ്റെ ഡ്രസ്സ് നിധി ഡ്രസ്സ് ചേഞ്ച് ചെയ്യാട്ടാ, എൻ്റെ ഡ്രസ്സ് അതിൻ്റെ അകത്താണ്. ഓ ഇനിയിപ്പോൾ എന്താ ചെയ്യണേ? ആ സമയത്ത് നമ്മുടെ സുനന്ദ സുഭാഷ് ഏട്ടാന്ന് പറഞ്ഞുകൊണ്ട് ഓടി വരികയാണ്. അയ്യേ ഇതെന്താ കല്യാണം ചെറുക്കൻ ഇതുവരെ റെഡി ആയിട്ടില്ലേ എന്ന് പറയുകയാണ് നമ്മുടെ സുനന്ദ. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, അവൻ്റെ ഡ്രസ്സൊക്കെ നിധിയുടെ റൂമിൽ അതാണോ എന്ന് ഞാൻ എടുത്തു തരാമല്ലോ എന്ന് പറഞ്ഞിട്ട് നിധിയുടെ റൂമിലോട്ട് നമ്മുടെ സുനന്ദി കയറി പോവാണ്. അപ്പോൾ സുധീഷിന് ആകെ ടെൻഷനാണ്. ഇനിയിപ്പോൾ അവളുടെ അടുത്ത് ഇവളെല്ലാം പറഞ്ഞു കൊടുക്കുമോ, നിധി എന്തെങ്കിലും പറയുമോ, ഏട്ടന്മാരൊക്കെ അറിയുമോ, എങ്ങനെയെങ്കിലും ഇതൊന്നും ആരും അറിയാണ്ട് ഒളിപ്പിച്ച് പിടിച്ചുകൊണ്ട് ഈ പരിപാടി ഒന്ന് നടത്തണം എന്നുള്ളതൊക്കെയാണ് നമ്മുടെ സുധീഷിൻ്റെ മനസ്സിലുള്ള ഐഡിയ. അങ്ങനെ നിധി കയറി ചെന്ന നമ്മുടെ സുനന്ദ കയറി ചെന്നപ്പോൾ നിധി അങ്ങനെ തന്നെ ഇരിക്കുന്നു, ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ല. ഇതെന്താണ് ഇതുവരെ ഡ്രസ്സ് ചെയ്തിട്ടില്ലേ? ഇതേ അവിടെ ഒരുക്കങ്ങളൊക്കെ ആയി. അതെ സുധീഷ് ഉണ്ട്, പിന്നെ വെഡ്ഡിങ് ഡ്രസ്സ് ഇവിടെ ഇരിപ്പുണ്ടല്ലോ, അതെടുക്കാൻ വന്നതെന്ന് പറഞ്ഞിട്ട് കവർ നോക്കുമ്പോൾ അവിടെ ഒരു കവർ ഇരിപ്പുണ്ട്, അതും എടുത്ത് കൊടുക്കണം. എന്നിട്ട് നമ്മുടെ സുനന്ദി പറയുന്നുണ്ട്, സാരി ഉടുക്കാൻ അറിഞ്ഞൂടാത്തതിൻ്റെ ബുദ്ധിമുട്ടാണോ? ഞാൻ പറഞ്ഞു കേട്ടോ, എനിക്ക് കുറച്ചൊക്കെ ഉടുക്കാനൊക്കെ അറിയാം, ഞാൻ ഹെൽപ്പ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് ഈ കവർ കൊണ്ടുവന്ന് അവർക്ക് കൊടുത്തിട്ട് സുനന്ദി അകത്ത് കയറണം. നിധിയുടെ റൂമിൽ കയറിയിട്ട് സാരി എടുക്കണു. എന്നിട്ട് വാതോരുവാണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ മേക്കപ്പൊക്കെ നന്നായിട്ട് ചെയ്യട്ടോ, എനിക്ക് കുറച്ചൊക്കെ ഐഡിയ ഉണ്ട് എന്നിങ്ങനെ സുനന്ദി പറയാണ്. അയ്യോ മേക്കപ്പ് സെറ്റ് ഇവിടെ ഉണ്ടാവുമോ? ഇല്ലെങ്കിൽ എൻ്റെ വീട്ടിലുണ്ട്, ഞാൻ പോയി എടുത്തിട്ട് വരാം, ഇനിയിപ്പോൾ അതിന് സമയം ഉണ്ടാവുമോ? എന്തായാലും നമുക്ക് സാരിയൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞ് നമ്മുടെ സുനന്ദി പ്ലീറ്റൊക്കെ എടുത്ത് ആക്കുകയാണ്. എൻ്റെ സുനന്ദി പറയുന്നുണ്ട്, അതെ എൻ്റെ വീട്ടുകാരും ഇവിടെ ആയിട്ടും വലിയ ചേർച്ചയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ, എന്നെ മനസ്സിലായില്ലേ എന്നൊക്കെ ചോദിക്കുമല്ലോ. അപ്പോൾ നിധി പറഞ്ഞ് ആരാച്ചും അപ്പോൾ പറയുന്നുണ്ട് ഇങ്ങനെ നമ്മുടെ ഭാസ്കറിൻ്റെ എൻ്റെ മോളാണെന്നൊക്കെ പറയുന്നുണ്ട്. ഓ ആണോ എന്നൊക്കെ നിധി ചോദിക്കുന്നുണ്ട്. നിധി ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. എടി ഈ സുനന്ദി ഇങ്ങനെ സാരി ഉടുക്കാനുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേക്ക് നിധിക്ക് ഭ്രാന്ത് പിടിക്കുക. എന്ത് ചെയ്യണം, അങ്ങോട്ടൊന്നില്ല ഇങ്ങോട്ടൊന്നില്ല, സമയവും എടുക്കണു, ആൾക്കാരെല്ലാം വരുന്നു, എന്ത് തീരുമാനം എടുക്കണമെന്ന് പോലും നിധിക്ക് അറിയില്ല. നിധിക്ക് അവസാനം പിടുത്തം വിട്ടിട്ട് സുനന്ദിയുടെ അടുത്ത് ദേഷ്യപ്പെടാണ്. അതെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാവോ, എന്നെ ഒന്ന് വെറുതെ വിടാവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അയ്യോ അതെന്താ, ഞാൻ എന്തെങ്കിലും സങ്കടമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ? അപ്പോൾ പറഞ്ഞ എന്നെ ഒന്ന് സ്വസ്ഥമായിട്ട് വിടാവോ എന്ന് പറയുന്നുണ്ട്. എനിക്ക് സാരി ഒന്നും ഉടുക്കണ്ടെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ സുനന്ദിക്ക് എന്തോ പോലെയായി. അപ്പോൾ സുനന്ദി പെട്ടെന്ന് എന്നെ ആ സാരിയൊക്കെ അവിടെ വെച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ സുധീഷ് നോക്കിയിരിക്കുകയാണ്. കാരണം സുധീഷ് എൻ്റെ ഇടയിൽ പോയി ഡ്രസ്സൊക്കെ ചെയ്ത് വന്നു. അപ്പോൾ സുഭാഷ് പോയി, ചേട്ടാ നിനക്ക് അടിപൊളിയായിട്ടുണ്ട്, നമ്മുടെ ഹരീഷും നിതീഷും കൂടെ പോയാൽ നിങ്ങൾക്കുള്ള ഡ്രസ്സൊക്കെ എടുത്ത് എന്തായാലും നന്നായിട്ടുണ്ടെന്നൊക്കെ സുധീഷിനോട് പറയുന്നുണ്ട്. അപ്പോൾ സുനന്ദി സങ്കടപ്പെട്ട് പുറത്തോട്ട് വന്നപ്പോൾ സുഭാഷ് ചോദിച്ചു, എന്തായാലും ഈ മുഖം പാടിയിരിക്കണേ? അതെ സുഭാഷ് ചേട്ടാ ഈ റിസപ്ഷൻ മറ്റും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അതെന്താടേ? അതെ ആ ചേച്ചി ഇതുവരെ സാരി പോലും ഉടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. ഉടുത്തിട്ടില്ല അതെന്താ? അപ്പോൾ നമ്മുടെ സുധീഷ് പെട്ടെന്ന് തന്നെ വിഷയം മാറാൻ വേണ്ടിയിട്ട് പറഞ്ഞു, അതെ അവൾക്ക് അച്ഛനൊക്കെ സുഖമില്ലാണ്ടിരിക്കുന്നുണ്ടും മറ്റുമൊക്കെ ആയിട്ട് ഭയങ്കര പ്രയാസത്തിൽ ഇരിക്കാൻ, ഞാൻ പോയി സംസാരിച്ചോളാം കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് സുധീഷ് വീണ്ടും അകത്തോട്ട് കയറുകയാണ്. കയറിയിട്ട് നിധിയുടെ അടുത്ത് പറയണം. അപ്പോൾ നിധി നോക്കിയപ്പോൾ സുധീഷ് വെഡ്ഡിങ് ഡ്രസ്സൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നത്. ഇതെന്താണ് നിങ്ങളിതെല്ലാം തയ്യാറായിട്ട് നിൽക്കണം? എന്താണ് സുധീഷ്, നിങ്ങൾക്ക് എന്നെ മനസ്സിലാവുന്നില്ല, നിങ്ങൾ എന്താണ് ഇങ്ങനെയൊക്കെ? എനിക്ക് ഭ്രാന്ത് പിടിക്കണു, എങ്ങോട്ടെങ്കിലും പോയാലോ എന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മുടെ നിധി കിടന്ന് പ്രാളപ്പെടണം കേട്ടോ. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, അതെ ഈ വീട്ടിലൊരു പണ്ട് മുതൽക്കൊരു കാര്യമുണ്ട്, പെണ്ണുങ്ങൾ വാഴില്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് വന്ന് ഇങ്ങനെ ഒരു കാര്യം നടത്തിയപ്പോൾ അവർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. കാര്യം എന്ന് വെച്ചാൽ ഒരു കുടുംബത്തിൽ ഒരു പെൺകുട്ടി വരുന്നതിൻ്റെ ഒരു സന്തോഷമാണ്. നിധി പ്ലീസ് ഒരു മണിക്കൂറത്തെങ്കിലും താൻ ഈ സാരിയൊക്കെ കൊടുത്ത് ഒന്ന് ആ മണ്ഡപത്തിൽ ഒന്ന് നിൽക്കാവോ? എൻ്റെ ഏട്ടനും അനിയനും അച്ഛനും ഒക്കെ നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടാൻ എനിക്ക് പറ്റില്ല. സുധീഷിന് എന്താ ഈ പറയണേ? നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു വിവാഹം കഴിഞ്ഞിട്ടില്ലല്ലോ, നമ്മൾ അവരെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടല്ലേ ചെയ്ത്. ഇതൊക്കെ നമ്മുടെ സുഭാഷ് അവരുടെ റൂമിൻ്റെ വെളിയിൽ നിന്ന് കേൾക്കണം. അങ്ങനെ സുഭാഷിന് ആകെ ടെൻഷൻ പേടിയാവുകയാണ്. സുഭാഷ് ആ ഡോറ് മുട്ടുകയാണ്. എന്നിട്ട് അകത്തോട്ട് കയറി വരുന്ന രംഗമാണ്. അപ്പോൾ നിധി കാര്യങ്ങളൊക്കെ സുഭാഷ് ഏട്ടൻ്റെ അടുത്ത് പറയണം, ഇന്നതുപോലെ
എനിക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമില്ലായിരുന്നു. ഒരു ഓസ്ട്രേലിയക്കാരനായിരുന്നു ഏട്ടാ. അപ്പോൾ ഞാൻ ഈ സുധീഷിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ തലേ ദിവസം ഞാൻ സുധീഷിൻ്റെയോടൊപ്പം എന്നെ ഏതെങ്കിലും ദൂര സ്ഥലത്ത് ഒരു ഹോസ്റ്റലിൽ കൊണ്ടുവന്ന് ആക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് റിക്വസ്റ്റ് ചെയ്ത് അങ്ങനെ അതനുസരിച്ച് സുധീഷ് എന്നെയും വിളിച്ചുകൊണ്ട് വന്നതാണ്. പക്ഷേ ഞാൻ കാരണമാണ് സുഭാഷേട്ട ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കേട്ടിട്ട് സുഭാഷിന് ശ്വാസം പോലും നേരെ ആവണില്ലെന്ന് വെച്ചാൽ അവർ മനസ്സിൽ അവർ ഇത്രയും നേരം പ്രതീക്ഷിച്ചും ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളൊന്നും അല്ല നിധിയുടെ വായിൽ നിന്ന് കേൾക്കണം. അപ്പോഴേക്കും സുഭാഷിൻ്റെ കാലേ വീണേട്ടാ എന്നോട് മാപ്പാക്കണേട്ടാ, എനിക്കൊന്നും പറയാനുള്ള അവസരം എടാ, എന്നാലും ഒരു വാക്ക് നീ വന്നതിന് ശേഷമെങ്കിലും പറഞ്ഞെങ്കിൽ ഇന്ന് ഈ ഒരു പരിപാടിയും കാര്യങ്ങളൊന്നും നമ്മൾ ആസൂത്രണം ചെയ്യില്ലായിരുന്നു. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ നിധി പറഞ്ഞു ചേട്ടാ എന്നോട് പൊറുക്കണേട്ടാ, എൻ്റെ അവസ്ഥ അതായിപ്പോയി. അപ്പോൾ പറഞ്ഞ് സാരമില്ല കുട്ടി, അത് സാരമില്ല, ഞങ്ങൾക്ക് അതുള്ള വിധിയാണ്. ഞങ്ങളുടെ കുടുംബത്തല്ലെങ്കിലും ഒരു പെൺകുട്ടി വാഴില്ല. അപ്പം നിധി കടന്നു വന്നപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും, ഞാൻ തന്നെ എത്രയോ വീടുകളിലൊരു കല്യാണാലോചനയും പോയിട്ടുണ്ട്, ഒന്നും നടക്കാറില്ല. പിന്നെ അച്ഛൻ്റെ സ്വഭാവവും പിന്നെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു ഇതും, അതുകൊണ്ട് നിധി വന്നപ്പോൾ ഞങ്ങൾക്ക് അത്രയ്ക്ക് സന്തോഷമായിരുന്നു. അത് സാരമില്ല, ഞങ്ങൾ അത് എങ്ങനെയെങ്കിലും വന്നവരോട് പറയാമെന്ന് പറഞ്ഞിട്ട് സുധീഷും സുഭാഷും കൂടെ ആ റൂമിൽ നിന്ന് ഇറങ്ങി ഫ്രണ്ടിലോട്ട് പോവാണ്. എന്നിട്ട് ആ സ്റ്റേജ് കയറി ആൾക്കാരുടെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറയാം. ഇനിയിപ്പോൾ എന്തായാലും പറയാണ്ടിരിക്കാൻ പറ്റിയില്ലല്ലോ. പക്ഷെ ഇതെങ്ങനെ പറയും, എങ്ങനെയാണ് ഇത് പറയേണ്ടതെന്നൊന്നും സുഭാഷിനാണെങ്കിൽ ആകെ ആ ഉള്ള ധൈര്യവും ഗട്ട്സും ഒക്കെ അങ്ങ് പോയി. സുധീഷിനും അതുപോലെ തന്നെ. അങ്ങനെ അവർ ആ സ്റ്റേജിൻ്റെ അങ്ങോട്ടേക്ക് കയറാനുള്ളൊരു തയ്യാറെടുപ്പാണ്. കയറിയിട്ട് ആൾക്കാരുടെ അടുത്തൊക്കെ ഇങ്ങനെ കാര്യങ്ങൾ പറയാമെന്ന രീതിയിൽ എന്ത് ചെയ്യണമെന്ന് അവർക്ക് സത്യം പറഞ്ഞാൽ അവർക്കറിയില്ല. അങ്ങനെ ആ ഒരു സീനോട് കൂടിയാണ് ഇന്നത്തെ നമ്മുടെ കാറ്റത്തെ കിളിക്കൂട് വൈൻഡപ്പ് ആവാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും നമ്മുടെ പ്രൊമോ കാണുക. എല്ലാ ദിവസവും ഉച്ചയ്ക്കല്ല, വൈകിട്ട് 5 മണിക്ക് നമ്മുടെ ഈ ഒരു ചാനലിൽ തന്നെ കാറ്റത്തെ കിളിക്കൂട്, നാളത്തെ കാറ്റത്തെ കിളിക്കൂട് ഞാൻ ഇടുന്നുണ്ടാവും. അപ്പോൾ എല്ലാവരും കാണുക, കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നാളെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് ഞാൻ തലേ ദിവസം വൈകിട്ട് 5 മണിക്കാണ് ഇടുന്നത്. എല്ലാവരും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കണം കേട്ടോ. കാര്യം വേറൊന്നുമല്ല, നിങ്ങളുടെ ലൈക്ക് കിട്ടുന്ന അനുസരിച്ച് നമ്മുടെ വീഡിയോ കൂടുതൽ എൻഗേജ്ഡ് ആവും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനമാവട്ടെ, ശുഭദിനമാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നമ്മുടെ പ്രൊമോ വൈൻഡപ്പ് ചെയ്യുന്നു. ടാറ്റാ, ബൈ ബൈ.